ചേച്ചി എന്നെ കൊടുത്തു. ചേച്ചീൻ്റെ കൈ കൊണ്ട് തങ്ങളിപ്പോൾ കൊടുക്കണമല്ല, നിങ്ങൾ കൊടുക്കണേ കേട്ടോ. കേട്ടെ, നിങ്ങളെ നാത്തൂനോ നിങ്ങളെ ഓലോ നിങ്ങളാണല്ലേ? അല്ല, ഒരു വേറെ കുട്ടിയും പാടെ ഉണ്ടായിരുന്നല്ലോ. നേരോ? ആ നേരോ? അൽഹംദുലില്ലാ. അല്ലാഹു അല്ലേ, നിങ്ങൾ ഓലില്ലേ? ആ ഓല എവിടെ? ബിന്ദു ചേച്ചി എവിടെ? ആ ചേച്ചിയാണ് ഇവക്ക് വന്ന് എൻ്റെ മുമ്പിൽ കരഞ്ഞത്. ഓളോട് വിളിച്ചാണ്, ഓളെ വിളിച്ചാണ്. ഓലെ ആ ചേച്ചി നിങ്ങൾ അല്ലേ ഇവലെ നോക്കി വളർത്തിയത് ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. ചേച്ചി ഇവിടെ നിന്നോ? ശരിക്കും ഈ ചേച്ചി കൊടുക്കട്ടെ ഈ സ്വർണം. ഈ ചേച്ചിയാണ് ഈ പൊന്നു പെങ്ങളെ നോക്കി വളർത്തിയത്. നാത്തൂനാണ് ഭർത്താവിൻ്റെ പിന്നെ കരയരുത്, അവരെ ഭർത്താവ് മരിച്ചു. ഇവര് അച്ഛനും അമ്മയില്ല. ഇവരാണ് എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞത്. ഒരു ഗതിയില്ല. ഇവര് പണിക്ക് പോയിട്ടാണ് ഇവരൊക്കെ നോക്കിയത്. അങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കൊന്നും കൊടുക്കാതിരിക്കട്ടെ. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സ്വർണം ആ ചേച്ചിനെ എന്ത് ചെയ്യട്ടെ, ആ കുഞ്ഞു പെങ്ങൾക്ക് കൊടുക്കട്ടെ. അല്ല എൻ്റെ ശരി അല്ലേ? ഒരുപാട് അല്ലേ, എൻ്റെ മുന്നിൽ വന്ന് കരഞ്ഞതാണ് ഇവർ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പൊന്നു പോലെ അവളെ നോക്കണം. ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിച്ചതാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹമൊക്കെ എപ്പോഴും ഉണ്ടാകട്ടെ കേട്ടോ. എന്ത് വിഷമം ഉണ്ടെങ്കിലും നിങ്ങൾ നമ്മളെ പെരിയ്ക്ക് വരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആ ഒരു നാത്തൂൻ്റെ കയ്യിലേക്ക് കൊടുക്കണം. ഓല് കൊടുക്കട്ടെ അല്ലേ കണ്ണേട്ട? അതല്ലേ എൻ്റെ ശരി അല്ലേ? ചേച്ചീനെ കൊടുത്ത ചേച്ചീൻ്റെ കൈ കൊണ്ട് തങ്ങളിപ്പോൾ കൊടുക്കണമല്ല, നിങ്ങൾ കൊടുക്കണേ കേട്ടോ. നിങ്ങൾ തന്നെ ഓൾക്ക് കുടിച്ചോളി. രണ്ടാളും കണ്ട് പിടിച്ചോളി മോളെ. നമ്മുടെ കതിർമണ്ഡപത്തിൽ ബാബാനെ പരിചയമില്ലല്ലോ. ഇനി ചോറ് വെച്ചിട്ട് കണ്ണേറ്റ മാഷേ സ്നേഹമില്ലാത്ത നീ നല്ല ബിരിയാണി ഒക്കെ തിന്നിട്ട് പോയാൽ മതി കേട്ടോ. ഞമ്മക്കില്ല കേട്ടോ. എന്റെ മെമ്പർ വന്നിക്കണല്ല. അല്ല, നിങ്ങളൊക്കെ തടിയുള്ള ആൾക്കാരാണല്ലോ. പരസ്യത്തിന് കണ്ടിക്കണേ. ചേച്ചിയെ അരച്ച് കയറി. ചോറൊക്കെ വെച്ചിട്ട് പോയാൽ മതി. ചോറൊക്കെ ചോറൊക്കെ വെച്ചിട്ട് പോയാൽ മതി. എന്തെങ്കിലും പോരായ്മ നിങ്ങൾ ക്ഷമിക്കുക. എന്ത് കണ്ണേറ്റ അല്ലേ? ഒന്നിനെ വലം വെച്ചോട്ടെ. അത് ഇങ്ങനെ പോരും. മറ്റേര് വന്നോട്ടെ. ഇറങ്ങട്ടെ. എന്തൊക്കെ ഇതിനായിട്ട് വർത്താനം? നേരം വയ്ക്കില്ലല്ലോ, കുഴപ്പമില്ല. ചന്ദനം തൊടിക്കും. പ്രസാദം അവരെ കൊടുക്കും, കൂടുള്ളവരെ കൊടുക്കും. തിരുമേനിക്ക് ദക്ഷിണ വയ്ക്കും. തിരുമേനിക്ക് ദക്ഷിണ അവിടെ വെച്ചാൽ പിന്നെ എൻ്റെ പെങ്ങളാണ്. പാവപ്പെട്ട കുട്ടിയൊന്നുമല്ല. കുടുംബ ജീവിതത്തിൽ ദൈവത്തിന് അനുഗ്രഹം ഉണ്ടായിട്ട് കേട്ടോ. രണ്ടാളും കൂടി വാങ്ങും.
कंठे प्रधानि सुभगे रञ्जीव शतशतं तदेव लक्ष्मं तुदिनं तदेव ताराबलं चन्द्रबलं तदेव विद्याबलं दिगबलं तदेव लक्ष्मीः पतिः युगं स्मरामि कुमं तिलकं चारुं रक्तवर्णं दशोभनं मङ्गलं मङ्गले लक्ष्मीर्फलधार्यं दधामि ते ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് അതുപോലെ തന്നെ കൊടുക്കുന്നത് അതെന്തിനാ സ്വർണ്ണ എവിടെ എവിടെ മൈക്ക് അപ്പോ എന്റെ പെങ്ങള് കുട്ടിക്ക് രണ്ടാമത്തെ പെങ്ങള് കുട്ടിക്കുള്ള സ്വർണം കൊടുക്കുകയാണ്. ഓരോന്ന് പാവപ്പെട്ട കുട്ടികളല്ലോ, പിന്നെയും പറയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. മരിക്കുന്ന ഒരു സന്തോഷത്തോടെ ഒരുമിച്ച് കൂടി ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു കൊടുക്കട്ടെ. സ്നേഹത്തോടെയും സന്തോഷത്തോടെയൊക്കെ ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു അവർക്ക് കൊടുക്കട്ടെ. ഓൽക്കുള്ള സ്വർണം കണ്ടില്ലേ, ഇത് കൊടുക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ കേട്ടാ. ഇനി ഓളിൻ്റെ പെങ്ങളാട്ട, പാവപ്പെട്ട കുട്ടിയൊന്നുമല്ല, നല്ലോണം സന്തോഷത്തോടെ ജീവിക്കണം കേട്ടാ. അത് ഇത് പിടിച്ചോളി, പിടിച്ചോ. സന്തോഷം. നിങ്ങൾ ചോറൊക്കെ വെച്ചിട്ടേ പോകാൻ പാടുള്ളൂ കേട്ടോ. ഒരൊറ്റ കാര്യം പാടെ പറയട്ടെ, ഈ താലികെട്ടിൻ്റെ കൂടെ വന്ന അമ്മമാരും അച്ഛന്മാർ ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടാ. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഇൻഷാ അല്ലാഹ് കേട്ടാ. ഇത് കളയരുത് കേട്ടോ മോളെ, ഇത് കളയരുത് കേട്ടോ. ആ സ്വർണത്തിൻ്റെ കൂടെ കേട്ടോ. ഓലെ നിങ്ങൾ വല്ലപ്പോഴേ നേരാ ഷറായില്ലേ, ചോറൊക്കെ വെച്ചിട്ട് പോയാൽ തിട്ടോ. നേരെ നേരെ അല്ലല്ലോ ഓല് പോയിക്കോട്ടെ അല്ലേ. ഒന്നും വേണ്ട, അതൊന്നും എനിക്ക് ഇഷ്ടമല്ല, നമ്മളെ മക്കളല്ലേ. ഇനി നിങ്ങൾ ചോറ് വയ്ക്കാൻ നിൽക്കൂലേ? അതോ തങ്ങളെ ചെരുപ്പ് മാറ്റിക്ക, അതൊന്നും തൊടരുത്, ചെരുപ്പൊന്നും തൊടരുത്. ഇത് ബക്കി ബക്കി മതി. പിന്നെ ഞാൻ നിങ്ങളെ സൽക്കാരത്തിന് വിളിക്കൂട്ടോ, നിങ്ങൾ വരണട്ടാ. ഞങ്ങളിപ്പോ സൽക്കാരത്തിന് വിളിക്കൂട്ടാ. എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതാക്കിട്ടാ. ഓഡിറ്റോറിയത്തിൽ അങ്ങനെ നിങ്ങൾക്ക് ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം ഉണ്ടോ? രണ്ടാളും രണ്ടു കൂട്ടരെ പരിചയപ്പെടണം അങ്ങോട്ടും ഇങ്ങോട്ടും. സന്തോഷം നൽകിക്കൊണ്ട് നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാരുടെ വിവാഹം നമ്മുടെ ഈ മജ്‌ലിസിൽ വെച്ചുകൊണ്ട് നടന്നിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ആ വധു അവരുടെ കുടുംബങ്ങളായി ഇവിടെ എത്തിച്ചേർന്ന ആളുകൾക്കും മാത്രം നമ്മുടെ ഓഡിറ്റോറിയത്തിൽ ഭക്ഷണം തയ്യാർ ചെയ്തിട്ടുണ്ട്. അവർ പോകുന്ന സമയത്ത് ഭക്ഷണം കഴിച്ചിട്ട് പോകാതെ പ്രത്യേകം ഉണർത്തുന്നു. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സയ്യിദ് അവരുടെ
ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ രണ്ട് ഏറെ ചേർത്ത് പിടിക്കുന്ന